അമേരിക്കൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം പോസിറ്റീവ് ട്രെൻഡിലാണ്. ഡൗ ജോൺസ് ആവട്ടെ ഏകദേശം 353 പ്ലസ്സാണ്. ചെറിയ S&P ആയിക്കോട്ടെ ചെറിയൊരു പ്ലസ്സാണ്. നാസ്ഡാക്ക് ആയിക്കോട്ടെ ചെറിയൊരു പ്ലസ്സാണ്. ടോട്ടലി ഒരു പ്ലസ് മൂവ്മെൻ്റാണ് നമുക്ക് അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഇന്നലെ കീപ്പ് ചെയ്തിരുന്ന പോസിറ്റീവ് ട്രെൻഡ് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണമാകും. US30 ആയിക്കോട്ടെ അത് US500 നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ പലതും ജസ്റ്റ് മൈനസ് ആയിട്ടാണ് പോകുന്നത്, ജസ്റ്റ് മൈനസ് ട്രെൻഡിലാണ് പോകുന്നത്. നമുക്ക് ഏത് പൊസിഷൻ എടുത്താലും അമേരിക്കയുടെ എല്ലാ ഫ്യൂച്ചേഴ്സും ജസ്റ്റ് മൈനസാണ്. നമ്മൾ അട്രാക്ഷൻ, ഞാൻ പറഞ്ഞില്ല, ഒരു സൈഡിൽ നിന്ന് അട്രാക്ഷൻ വരുമ്പോൾ വേറെ സൈഡിൽ നിന്ന് ചെറിയൊരു നെഗറ്റീവ്സ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ഹൈ ബാൻഡിൽ മാർക്കറ്റ് കയറുന്നല്ല. ഇപ്പോൾ കണ്ട ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് നിഫ്റ്റി ഫ്യൂച്ചറിൽ ചെറിയ മൈനസ് ട്രെൻഡാണ് കീപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഏകദേശം സമയം നിൽക്കുന്നത് 7:15 7:15 സമയത്ത് ഏകദേശം 128 പോയിൻ്റ് അപ്പാണ്. 9 മണിക്കുള്ള വേരിയേഷൻസ് വരാം. പക്ഷേ ഇപ്പോൾ തന്നെ ഒരു അപ്പ് ട്രെൻഡ് കാണിച്ചു എന്നുള്ളത് കൺഫേം ആയിട്ടുള്ള മൂവ്മെൻ്റാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ADR ആണ്. അമേരിക്ക ADRസുകൾ എങ്ങനെയാണ് മുമ്പിലേക്ക് നിൽക്കുന്നത്. ഇൻഫോസിൻ്റെ ADR പ്ലസ് ആണ്. ഓക്കെ, 2 ദിവസങ്ങളായിട്ട് വളരെ മോശമായിരുന്നു. അപ്പോൾ റിക്കവറി ഇവിടെ കാണിക്കുന്നുണ്ട് ഇൻഫോസിസ് ADR. അതുപോലെ ICICI ബാങ്കിൻ്റെ ADR 2%. അപ്പോൾ 2% ICICI ADRൻ്റെ പ്ലസ് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഒരു ബൈ ട്രെൻഡിലേക്ക് വരികയാണ്. ബാങ്ക് നിഫ്റ്റി ഒരു ബൈ ട്രെൻഡിലേക്ക് വരികയാണ്. വിപ്രോ കുറച്ച് ജസ്റ്റ് മൈനസ് ആണ് ADR. HDFC ADR 2% അപ്പ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് 2 സെക്ഷൻ HDFC ആൻഡ് ICICI ബാങ്ക് ADR 2% അപ്പാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റി അപ്പ് ട്രെൻഡ് വരാൻ സാധ്യത കൂടുതലാണെന്നുള്ളത് ശ്രദ്ധിക്കുക. നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ അട്രാക്ഷൻ ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇൻഡസ് ബാങ്കിൻ്റെ ന്യൂസ് വന്നിരിക്കണത് മൂഡീസും അവരെ നെഗറ്റീവ് ഒരു ക്യാരക്ടറിലേക്ക് ഇടുന്നില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ഒരു ബാങ്കിലേക്ക് ഇടുന്നില്ല. ഒരു സംതിങ് ഇങ്ങനെ ഒരു ഇഷ്യൂ, അവർക്ക് ടെക്നിക്കൽ ഇഷ്യൂവിൽ അല്ലെങ്കിൽ ഇവരത് ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ള കുറ്റമൊഴിച്ച് ബാങ്ക് ക്ലീൻ ചിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നുള്ളത്. മൂഡീസും അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് ശ്രദ്ധ കൊടുക്കാം. എല്ലാ ദിവസത്തെ പോലും FIS ഇന്നും സെല്ലിങ് തന്നെയാണ്. ഏകദേശം 4488 കോടി സെല്ലാണ്. DAS 6000 കോടിയുടെ ബൈയുമാണ് ഉള്ളത്. 6000 കോടിയുടെ ബൈ ഉണ്ട്. എന്തായാലും പോസിറ്റീവ് ട്രെൻഡാണ്. FIS ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ കുറച്ച് ബൈ കാണുന്നുണ്ട്. ഫ്യൂച്ചറിൽ FISൻ്റെ ബൈ കാണും. ക്യാഷ് മാർക്കറ്റിൽ സെല്ലും കാണുന്നുണ്ട്. നമുക്ക് ന്യൂട്രലായിട്ട് കാണാനേ പറ്റുള്ളൂ. അടുത്തൊരു പ്രധാനപ്പെട്ട ന്യൂസ്, ബജാജ് ഫിൻസർവ് അലയൻസിൻ്റെ 26% സ്റ്റേക്ക് ബൈ ചെയ്യാൻ പോവുകയാണ്. വലിയൊരു എമൗണ്ടിൽ ബൈ ചെയ്യാൻ പോവുകയാണ്. വളരെ കൃത്യമായിട്ട് ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾ. അപ്പോൾ ഇന്നലെ തന്നെ ബജാജ് ഫിൻസറിൽ മൂവ്മെൻറ്റ് കണ്ടിരുന്നു. എങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോഴാണ് വന്നത്. ഏകദേശം ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് ബജാജ് അലയൻസിൻ്റെ തന്നെ അതിൻ്റെ 26% ബജാജ് ഫിൻസർവ് എടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ഗുഡ് ന്യൂസ് ആയിട്ട് വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് വാച്ച് ചെയ്യാവുന്ന ഒരു കൗണ്ടർ തന്നെയായിരിക്കും ബജാജ് ഫിൻസർവ്. എനിക്ക് ബജാജ് ഫിൻസർവിനോടും ബജാജ് ഫിനാൻസിനോടൊക്കെ നമ്മുടെ എല്ലാവരോടും പറയാനുള്ളത്, എപ്പോഴൊക്കെ മാർക്കറ്റ് ക്രാഷ് വീഴുമ്പോൾ, വളരെയധികം ക്രാഷ് വീഴിന് ശേഷം റിക്കവറി ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു റിലയൻസിനേക്കാളും പെർഫോം ചെയ്യാറ് ബജാജിൻ്റെ ഷെയർസുകളാണെന്നുള്ളത് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഇൻകം ടാക്സ് കളക്ഷൻ വീണ്ടും അപ്പ് ട്രെൻഡിലേക്കാണെന്നുള്ളത് ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് നമുക്ക്. ഇൻകം ടാക്സ് കളക്ഷൻ ഇയർ ടു ഇയർ അപ്പ് ട്രെൻഡാണ്. ഇത് മാർക്കറ്റിനെ ഒരു ട്രെൻഡ്, നമുക്കൊരു ലോങ് ടൈം ട്രെൻഡിനെ സ്വാധീനിക്കുന്നു എന്ന് പറയാം. കമ്പനികളുടെ പെർഫോമൻസ് ആണല്ലോ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത്.
സി ജി പവറിന് ന്യൂസ് ബേസ്ഡ് ആണ്. സി ജി പവറിൻ്റെ തന്നെ ന്യൂസുകളൊക്കെ മിൻറ്റിൽ വന്നിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. അപ്പോൾ സി ജി പവർ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്ന കണ്ടറായിരിക്കും. അതുപോലെ തന്നെ ഹുഡ്കോ നിങ്ങൾക്ക് ന്യൂസ് ഉണ്ട്, ഹുഡ്കോനെ സംബന്ധിച്ച് ന്യൂസ് ഉണ്ട്, അപ്പോൾ വാച്ച് ചെയ്യാവുന്നതായിരിക്കും. ആണ് സ്റ്റാർ സിമെൻറ്റിന് ലൈം സ്റ്റോണിൻ്റെ വലിയൊരു ഏരിയ, സിമെൻറ്റ് സൈഡിൽ നിന്ന് വലിയ ലൈം സ്റ്റോണിൻ്റെ ഏരിയ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അവർക്ക് സിമെൻറ്റ് നിർമ്മാണത്തിനുള്ള അവരുടെ ബെനിഫിറ്റ് കൂടുന്നതിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്റ്റാർ സിമെൻറ്റിൽ ഈ ലൈം സ്റ്റോൺ ബ്ലോക്ക് അവർക്ക് അവൈലബിൾ ആയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് സ്റ്റാർ സിമെൻറ്റ് നമ്മുടെ ഷെയർസിൽ ഇന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടാവും. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റിൻ്റെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം പൂനെയിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഏകദേശം 2700 കോടിയുടെ പൊട്ടൻഷ്യൽ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ് എക്കണോമിക് ടൈംസിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റും നമുക്ക് വേണമെങ്കിൽ ട്രെൻഡ് ബേസ് വാച്ച് ചെയ്യാവുന്നതാണ്. ഹുഡ്കോയിൽ തന്നെ ന്യൂസാണ്. ഏകദേശം 11,000 കോടി രൂപയുടെ ലോണാണ് നമ്മൾക്ക് ആന്ധ്രാപ്രദേശ് ലെവലിൽ അവർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്ന വലിയൊരു എമൗണ്ട് ലോണാണ്. അപ്പോൾ ഇത് മാർക്കറ്റിൽ ഹുഡ്കോനെ സംബന്ധിച്ച് ഗുഡ് ന്യൂസാണ്. എക്കണോമിക് ന്യൂസാണ്. ഇൻഡിഗോ സ്റ്റോക്സിൻ്റെ ബ്രേക്കൗട്ടുകളും കാര്യങ്ങളും പറഞ്ഞ ന്യൂസുകളാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ലോങ് ടൈം മൂവ്മെൻറ്റ് ഇൻഡിഗോയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ചൂട് സമയമാണ്, അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷൻസിൽ മൂവ്മെൻറ്റ്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കാവുന്ന കൗണ്ടറാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാവുന്ന ഒരു സെക്ടറാണ് കൂളിംഗ് ഏരിയാസ്. അപ്പോൾ അതിൽ വരുന്നൊരു കമ്പനിയാണ് വോൾട്ടാസ്. വാച്ച് ചെയ്യേണ്ട ഒരു കൗണ്ടറായിരിക്കും ഇർക്കോൺ ഇൻ്റർനാഷണൽ. ബേസിക്കലി ന്യൂസ് ഉണ്ട്, വലിയൊരു കോൺട്രാക്റ്റ് ലഭിച്ചതായിട്ട്. അതുപോലെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും പവർ ഗ്രിഡ്. അപ്പോൾ അത് വാച്ച് ചെയ്യാവുന്ന കൗണ്ടറാണ്. ടോട്ടലി മാർക്കറ്റ് പോസിറ്റീവ് ട്രെൻഡാണ് കീപ്പ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി വാച്ച് ചെയ്യാവുന്ന കൗണ്ടേഴ്സുകളാണ്. എന്തായാലും എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് നിന്ന് കിട്ടട്ടെ. താങ്ക് യു, ബൈ. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.